ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പര നടക്കില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പര നടക്കുന്ന അതേ സമയത്ത് നടക്കില്ല എന്നറിഞ്ഞതിനെ തുടർന്ന് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് BCCIക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പര നിശ്ചയിച്ച അതേ സമയത്ത് തന്നെ ശ്രീലങ്കക്കെതിരെയുള്ള പരമ്പര ശ്രീലങ്ക കളിക്കാൻ റെഡിയാണ്. ശ്രീലങ്കയിൽ വെച്ച് മത്സരം നടത്താൻ ശ്രീലങ്ക റെഡിയാണ്. എന്നാൽ ഇന്ത്യൻ ടീം റെഡിയാകുകയാണെങ്കിൽ ഞങ്ങൾ പരമ്പരയ്ക്ക് വേണ്ടി ഒരുക്കമാണ് എന്നുള്ള കാര്യം BCCI അറിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പരയെ നിശ്ചയിച്ചതുപോലെ തന്നെ 3 T20യും 3 ഏകദിന മത്സരങ്ങളുമാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് BCCIക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം BCCI അറിയിച്ചിട്ടുണ്ടെങ്കിലും BCCI ഇത് ഇന്ത്യൻ ടീമിന്റെ കോച്ചിങ് സ്റ്റാഫും പ്ലേയേഴ്സുമായി ഡിസ്കസ് ചെയ്തതിനു ശേഷമായിരിക്കും ഇതിനൊരു തീരുമാനം ഉണ്ടാവുക. സോ അങ്ങനെ നടക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിനെതിരെയുള്ള T20 പരമ്പര നടക്കുന്നില്ല എന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് സഞ്ജു സാംസൺ KCL പേര് നൽകിയതും ഫുള്ളി അവൈലബിൾ ആവും എന്നുള്ള കാര്യം ഫ്രാഞ്ചൈസികളിലൊക്കെ വ്യക്തമാക്കിയതും. എന്നാൽ ഈ ഒരു പരമ്പര നടക്കുകയാണെങ്കിൽ സഞ്ജു സാംസന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി കുറച്ച് മത്സരങ്ങൾ സഞ്ജുവിന് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടതാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് ടീം ആവട്ടെ അവരുടെ കോച്ചിങ് സ്റ്റാഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ടൈം ബ്രാവോ മുൻ ചെന്നൈ താരമായ ബ്രാവോ ചെന്നൈയിന്റെ കോച്ചിങ് സ്റ്റാഫിലേക്ക് മടങ്ങി വരും. അതുപോലെ സുരേഷ് റെയ്നയും ചെന്നൈയുടെ അടുത്ത സീസണിൽ കോച്ചിങ് സ്റ്റാഫായിട്ട് ടീമിനോടൊപ്പം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ കാണപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഡൊണോവൻ ഫെരേര T20 ചെന്നൈ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരം ഇപ്പോൾ IPL ഡൽഹി ടീമിലാണ് കളിക്കുന്നത്. എന്നാൽ സച്ചിൻ രവീന്ദ്ര ഫെരേര ഒരു ട്രേഡിങ്ങിന് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും കാണപ്പെടുന്നുണ്ട്. ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.